തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. വെരി ഗുഡ് മോർണിംഗ് സ്വാമി. നമസ്കാരം. നമസ്കാരം സ്വാമി. സ്വാമിയുടെ പേര് വെങ്കടേശ്വരൻ രാംകുമാർ. രണ്ടുപേരും മലയാളികൾ തന്നെയാണോ അതോ പുറത്തുനിന്ന് വന്നതാണോ? ഇവിടെ വന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറിപ്പാർത്തവരാണ്. പക്ഷെ ഇവിടെ മലയാള ആചാരപ്രകാരമാണ് ഞങ്ങൾ ജീവിക്കുന്നതും ഇതാകുന്നതൊക്കെ. തമിഴാണ് ഞങ്ങളുടെ ഈ അമ്പലവും എല്ലാം തമിഴാണ്. ഈ ഗ്രാമത്തിൽ വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ആരെ? സ്വാമി ഇവിടെ ജനിച്ചതും അപ്പം പൂർവ്വപിതാമഹന്മാരാണ് അവരിവിടെയാണ്. അല്ല, എല്ലാരും ഇവിടുന്ന് തൃശ്ശാപ്പള്ളി അമ്പിളിന്ന് വന്നവരാണ്. ഇവിടെ ഏതാണ് സ്ഥലം? അമ്പിൾ, തൃശ്ശാപ്പള്ളി അമ്പിളിന്ന് ഇവിടെ ശ്രീരംഗനാഥനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. ഇവിടെ നെറുങ്കൈതക്കോട്ടയെന്ന് വന്നിട്ടാണ് അയ്യപ്പൻ ഇവിടെ വന്നിരിക്കുന്നത്. കൊടയിലേന്തി വന്നതാണ്. അങ്ങനെ കാരണവന്മാരായിട്ട് വന്നത് ഗ്രാമമാണത്. ഞങ്ങൾ പൂർവികമായിട്ട് ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്ന് ജീവിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരണം. നോക്കൂ, നമ്മുടെ നാടിൻ്റെ ഒരു വൈവിധ്യത്തിൻ്റെ ഒരു സൗന്ദര്യം. ഗ്രാമത്തിൽ നിൽക്കുമ്പം വേറൊരു തരം ജീവിതമാണ്. നമ്മൾ മലയോരങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളത് വേറൊരു തരം ജീവിതങ്ങളാണ്. കുടിയേറ്റ കർഷകർക്കിടയിൽ പോകുമ്പോൾ അവിടെ വേറൊരു ജീവിതം, ബേപ്പൂരിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അവിടെ വേറിട്ടൊരു ജീവിതം. ആ വൈവിധ്യത്തിൻ്റെ കരുത്തിൻ്റെ പേരാണ് കേട്ടോ നമ്മുടെ രാജ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊടുന്തരപ്പള്ളിയിലാണ്. വിശേഷങ്ങളുണ്ട്, വാർത്തയുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനം കൂടിയാണ്. അപ്പോൾ സാധാരണ സ്റ്റുഡിയോയിൽ ാണല്ലോ വാർത്ത വായിക്കുന്നത്. വാർത്തയൊക്കെ ധാരാളം കേൾക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്, പേപ്പർ വായിക്കാറുണ്ട്. ഇപ്പൊ ഒരു ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ട്. അതായത് ഞാൻ ഇവിടെ ഇരുന്ന് വാർത്ത വായിക്കാൻ പോവാം. സാധാരണ ഇതിൽ ടെലിവിഷൻ്റെ ന്യൂസ് റൂമിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നൊരു കാലമായിരുന്നു. നല്ല കോട്ട് സൂട്ടും ടൈയും ഒക്കെ ഇട്ട് അക്ഷരം തെറ്റാതെ കൃത്യമായി വടിവത്ത ഭാഷയിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജനകീയമായി ജനങ്ങളുടെ ഇടയിൽ ഇരുന്നും വാർത്ത വായിക്കാം, വാർത്താവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ചില വാർത്തകൾ ഞാനൊന്ന് പ്രേക്ഷകരെ അറിയിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം 8:43 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കൊടുന്തരപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കണ്ടേ? അപ്പൊ കൊടയിലേന്തി വന്ന പുള്ളി, അതാണ് കൊടുന്തരപ്പള്ളി എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിന്റെ പ്രസക്തി പ്രേക്ഷകർക്ക് മനസ്സിലായി. കടലുണ്ടി നെറുങ്കൈതക്കോട്ടയെന്ന് വന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കോഴിക്കോട് കടലുണ്ടി നെറുങ്കൈതക്കോട്ടയെന്ന് വന്ന അയ്യപ്പനാണ് അവിടെ. ഓക്കെ. അപ്പൊ നമ്മൾ കൊടുന്തരപ്പള്ളി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. അപ്പൊ ആ ഗ്രാമത്തിൽ നിന്നാണ് വാർത്താ തലക്കെട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമുക്കൊന്ന് നോക്കി വരാം. ടോപ്പ് 10 ഹെഡ്ലൈൻ.